രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ദർശനത്തിനായി എത്തി. ഇതിനുശേഷം വലിയ വിവാദങ്ങളുണ്ടായി. ഇപ്പം പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലെ DYSP ആർ മനോജ് കുമാർ സമൂഹ മാധ്യമത്തിലിട്ട ഒരു പോസ്റ്റാണ് ശ്രദ്ധേയമാകുന്നത്. ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. അതായത്, വ്യക്തിക്കായിട്ട് ആരെയും തടയരുത്, ആർക്കും VIP പരിഗണന നൽകരുത്, വാഹനത്തിൽ മല കയറരുത് തുടങ്ങിയ കോടതി വിധികൾ കാറ്റിൽ പറത്തി എന്ന് തുടങ്ങുന്നത് സ്റ്റാറ്റസാണ്. കൂടാതെ പള്ളിക്കട്ട് നേരിട്ട് മേൽശാന്തി ഏറ്റുവാങ്ങി തിരുനടയ്ക്കുള്ളിൽ വെച്ചു. യൂണിഫോം ഇട്ട സെക്യൂരിറ്റിക്കാരൻ 18ാം പടി ചവിട്ടി. പല വിധത്തിലുള്ള ആചാര ലംഘനങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റും ഉദ്യോഗസ്ഥരും നടത്തിയിട്ടും സംഘികളും കോൺഗ്രസും നാമജപ യാത്ര നടത്തിയില്ല, മാപ്രകൾ ചിലച്ചില്ല. ഇത് പിണറായി വിജയനോ മറ്റു മന്ത്രിമാരോ ആയിരുന്നെങ്കിൽ എന്താകും പുകില്? അപ്പോൾ പ്രശ്നം വിശ്വാസമോ ആചാരമോ അല്ല, രാഷ്ട്രീയമാണ് എന്നാണ് സ്റ്റാറ്റസ് അവസാനിക്കുന്നത്. ഇത് വലിയ വിവാദമായി സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായപ്പോൾ പറഞ്ഞു, ഇത് എനിക്ക് കിട്ടിയൊരു പോസ്റ്റായിരുന്നു, ഞാനത് സേവ് ചെയ്യാനോ മറ്റോ നോക്കിയപ്പോൾ കൈതട്ടി അതെൻ്റെ സ്റ്റാറ്റസിൽ വന്ന് കിടന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചപ്പോൾ പുള്ളി അവിടെ പാലക്കാട് ജില്ലയിൽ തന്നെ കടമ്പുഴപ്പുറം എന്ന് പറയുന്ന മേഖലയിലെ CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. അവിടുത്തെ ഒരു കോർപ്പറേറ്റീവ് ലോക്കൽ കമ്മിറ്റിയാണെന്ന്. അവിടുത്തെ ഒരു ബാങ്കിലെ ജീവനക്കാരനുമാണ്. അതുകൊണ്ട് സഹകരണ ബാങ്ക് പിന്നീട് ഇദ്ദേഹം അതുകൊണ്ട് ലോക്കൽ ചുമതല ഇദ്ദേഹത്തിന് നൽകരുതെന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ സാറിന് എന്താ തോന്നുന്നത്? അതായത്, ഒരു അന്തം കമ്മിയാണ് ഈ DYSP എന്നുള്ളത് വളരെ വ്യക്തമായി. ഈ DYSPയുടെ പാർട്ടി ഭരിക്കുന്നവരും രാഷ്ട്രപതി VIP ആണ്, അങ്ങനെ തന്നെയാണ് കരുതുന്നതും അങ്ങനത്തെ സൗകര്യങ്ങൾ തന്നെയാണ് ചെയ്തു കൊടുത്തതും. അപ്പോൾ മറ്റ് ശബരിമലയിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവരുടേതായ രീതിയിൽ മുമ്പ് VV ഗിരി, ഇതിന് മുമ്പ് വന്നിട്ടുള്ള രാഷ്ട്രപതി VV ഗിരി അല്ലേ, 1973 അപ്പൊ VV ഗിരി വന്നപ്പോഴാണ് ആദ്യം ഡോളി അല്ലേ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിനെ. അപ്പൊ രാഷ്ട്രപതിക്ക് അന്ന് ആ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ സിസ്റ്റം അവിടെ വരുന്നത്. അദ്ദേഹത്തിനെ ആ ഡോളിയിൽ കയറ്റിയ 4 പേർക്ക് ജോലി കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞു. കൃഷ്ണൻ എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് മാത്രം ആ ജോലി കൊടുത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് വെരിഫിക്കേഷന് വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഇയാൾ ഒളിച്ചോടി. കാരണം പോലീസ് എന്തോ അക്രമത്തിന് പിടിക്കാം വന്നതാണെന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അടിയന്തരാവസ്ഥയൊക്കെ വന്നിട്ട് ആ കൃഷ്ണന് മാത്രം ജോലി കിട്ടാതെ പോയി. ബാക്കി 3 പേർക്കും സർക്കാർ സർവീസിൽ ജോലിയൊക്കെ കിട്ടി. അപ്പോൾ അവിടെ കൂടുതൽ സ്ഥലങ്ങൾ രാഷ്ട്രപതി വന്നത് കൊണ്ട് അനുവദിച്ച് കിട്ടി. അതിന് മറ്റേ റോഡ് വന്നു. അപ്പം അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ ദ്രൗപദി മുർമു വന്നു കഴിഞ്ഞ് പോകുമ്പോഴും ചിലപ്പോൾ അവർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ കേന്ദ്രത്തിന് സമർപ്പിക്കാനൊക്കെ ഉണ്ടായി എന്നൊക്കെ വരും. ചില കാര്യങ്ങൾ ഒരു സാധാരണ ഇപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അവിടെ ശബരിമലയ്ക്ക് ചെയ്തു കൊടുക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. രാഷ്ട്രപതിയെ പോലെ ഒരാൾ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാലും ഇതേ ട്രീറ്റ്മെന്റ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അവർക്ക് SPG പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. ബാക്കി സാധാരണ ഒരു അയ്യപ്പൻ പോകുമ്പോൾ ഇല്ലല്ലോ. അതുകൊണ്ട് ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആളുകൾ, ഒരാളിപ്പോ ടൈയൊക്കെ കെട്ടിയ സന്നിധാനത്തിൽ ഇല്ലേ കയറുന്നത് കാണാം. അത് SPGയുടെ ഭാഗമായിട്ടുള്ള ഓഫീസറാണ്. അപ്പൊ അദ്ദേഹം ആ വേഷത്തില്, അതല്ലാതെ അദ്ദേഹം മുണ്ടും ഷർട്ടും ഇട്ട് നടക്കുക എന്നുള്ളതല്ല ആ രീതിയിൽ. രാഷ്ട്രപതിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആളാണ്. അതെ. അപ്പൊ ആ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആളുടെ വേഷം ഇങ്ങനെയാണ് എന്ന്. കാരണം അദ്ദേഹം എപ്പോഴും ശബരിമലയിൽ പോകുന്ന വേഷത്തിലല്ലല്ലോ SPGയിൽ ഉണ്ടാവുന്നത്. അപ്പൊ SPGയുടെ ആക്ഷൻ ഒന്ന് വേറെയാണ്. എന്തെങ്കിലും ഒരു ആക്രമണമോ ഇല്ലേ, എന്തെങ്കിലും അങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ട ആളുകൾ അതനുസരിച്ചിട്ടുള്ള വേഷമാണ് ധരിക്കേണ്ടത്. അതുകൊണ്ട് കൂടെ ആ SPG ഗ്രൂപ്പിലുള്ള ഒരാൾ ടൈയും കെട്ടിയൊക്കെയാണ് കൂടെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അവർക്ക് അറിയാഞ്ഞിട്ടല്ല അവരങ്ങനെ കൂടെ നടക്കുന്നതും. അതുപോലെ മേൽശാന്തി മറ്റേ ആ നെയ്യഭിഷേകത്തിന്റെ സമയം അവിടെ തീർന്നിരുന്നു. അപ്പൊ ഇവര് കൊണ്ടുപോകുന്ന ഇരുമുടിക്കെട്ടിലെ നെയ്യ് അപ്പെടുത്ത് അഭിഷേകത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവര് ചെന്നപ്പോ ഉച്ചയായല്ലോ, അപ്പോഴേക്കും ആ നെയ്യഭിഷേകം അവിടെ ചേർന്നിരുന്നു. അതുകൊണ്ട് മേൽശാന്തി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇരുമുടിക്കെട്ട് മേടിച്ച് അവിടെ വെച്ചു. ഇതൊക്കെ ഒരു അന്തസ്സും മര്യാദയല്ലേ? മാർക്സിസ്റ്റുകൾക്ക് ഈ അന്തസ്സും മര്യാദ തുടങ്ങിയ മുന്നണി മര്യാദ പോലും ഇല്ല എന്നുള്ളത് പിന്നോയ് വിശ്വം, K രാജൻ ഇന്നലെ മന്ത്രിസഭയിലൊക്കെ പറഞ്ഞില്ലേ, ഞങ്ങളോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞില്ലേ. അതൊന്നുമില്ല. ഈ തോന്നിയാസാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ DYSP ഇപ്പോൾ ഒരു സഖാവിനെ പോലെ പെരുമാറിയിരിക്കുന്നത്. ഒരു പോസ്റ്റ്
അയാൾ സ്റ്റാറ്റസ് ആക്കിയത് അറിയാതെ ഒന്നുമല്ലല്ലോ. അയാളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കിട്ടിയതാണെന്നാണ് അയാൾ പറയുന്നത്. സഹാക്കളായ പോലീസുകാർ വേറെ ഉണ്ടല്ലോ, അവരയച്ചു കൊടുത്തതാണ് ഡിവൈഎസ്പിക്ക് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. രാഷ്ട്രപതി ഇങ്ങനെ വിമർശിച്ചു കഴിഞ്ഞാൽ ആ പോലീസുകാരൻ സർവീസിൽ ഉണ്ടാകാൻ പാടില്ല. ഈ ഡിവൈഎസ്പിയെ രാഖി രാമായണം പിരിച്ചുവിടുകയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് കൈതട്ടി വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് തന്നെ ഒരുപാട് തട്ടിപ്പല്ലേ അത്. സാധാരണഗതിയിൽ സഖാക്കൾ നടപടിയൊക്കെ വരാൻ സാധ്യതയുള്ള സമയത്ത് ചിലപ്പോൾ കള്ളം പറയില്ലേ, അങ്ങനെ സംഭവിച്ചില്ല ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ അറിഞ്ഞിട്ടല്ല. ഇന്നിപ്പോ മറ്റേ ജി സുധാകരൻ പാർട്ടിക്കാരുടെ കൂടെ അല്ലാതെ തന്നെത്താനെ പോയി പുഷ്പചക്രോ മറ്റോ വെച്ചില്ലേ മറ്റു രക്തസാക്ഷി മണ്ഡപത്തില്, ഇല്ലേ? അതറിയാതെ ചെയ്തതാണോ? അല്ലല്ലോ. സഹാക്കളൊക്കെ അറിഞ്ഞു തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഈ പാർട്ടിയുടെ അകത്ത് ഒരുപാട് വിമർശനങ്ങൾ, ഇല്ലേ? ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ അകത്ത് ആരെയും വിമർശിക്കാറൊക്കെ ഉണ്ട് അവര്. സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ വലിയ ചർച്ചയൊക്കെ ഇല്ലേ? വിഗ്രഹം ചുമക്കുന്ന കഴുത എന്നൊക്കെ VS-നെയൊക്കെ നേരത്തെ വിളിച്ചിട്ടില്ലേ? ഇതൊക്കെ കേട്ടിട്ടുള്ളതല്ലേ നമ്മള്. അല്ല, ഇത്രയും സംഭവം ഉണ്ടായിട്ട് മാധ്യമ പിന്നെ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ BJP-ക്കാരൊന്നും തന്നെ നാമജപയാത്ര നടത്തുന്നില്ല, അല്ലെങ്കിൽ പ്രതിഷേധമായിട്ട് വരുന്നില്ല, മാപ്രകൾ കരയുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ ഇത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടല്ലേ? ഒരു രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപയാണ്, അവരെയാണ് കേരളം പോലൊരു സംസ്ഥാനത്തെ ഒരു DYSP റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ വിമർശിക്കുന്നത്. നടപടി വേണ്ടതല്ലേ? ശരിക്കും നടപടി വേണം, അയാളെ പിരിച്ചുവിടേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊന്ന് കാണണം. ഞാൻ ഇതിൻ്റെ അകത്ത് ജാതിയും മതമൊന്നും പറയണ്ടെന്ന് വിചാരിച്ചാണ്. അവർ ഗോത്രവർഗത്തിൽപ്പെട്ടൊരു വനിതയാണല്ലോ ആദ്യമായിട്ട്. അങ്ങനെ ഒരാള് ചെല്ലുമ്പോൾ തന്നെ ബ്രാഹ്മണനായ മേൽശാന്തി, ഇല്ലേ, ഇവര് സ്വീകരിക്കുന്നു, പൂർണ്ണ കുംഭത്തോടു കൂടിയൊക്കെ സ്വീകരിക്കുന്നു. അവിടെ വെച്ച് എന്താണ് പൊളിഞ്ഞു പോയത്? ഈ മാർക്സിസ്റ്റുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മിൻ ഹെജിമണി എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നുള്ളത് തകർന്നു പോയില്ലേ? ആ തകർന്നുള്ള വിഷമമാണ് ഈ സഖാവായ DYSPക്ക് ഉള്ളത്. അതാണ്. അങ്ങനെ സംഭവിക്കരുതായിരുന്നു. അങ്ങനെയൊന്നും പാടില്ലായിരുന്നു. മേൽശാന്തി രാജിവെച്ച് പോകണമായിരുന്നു. എനിക്ക് സൗകര്യമില്ല ഗോത്ര വനിതയെ സ്വീകരിക്കാൻ എന്ന് പറഞ്ഞിട്ട് മേൽശാന്തി കടന്നു കളയണമായിരുന്നു, പലായനം ചെയ്യണമായിരുന്നു, അങ്ങനെ ഇത് ആഘോഷിക്കണമായിരുന്നു. ഇതൊക്കെയായിരുന്നു മാർക്സിസ്റ്റുകളുടെ താല്പര്യം. ഇങ്ങനെയൊന്നും അല്ല ഈ സംഘികളും ഈ ബ്രാഹ്മണരും ഒന്നും അല്ല എന്നുള്ളതാണ് ഇപ്പൊ വ്യക്തമായത്. ആ ഇരുമുടിക്കെട്ട് മേടിച്ചു വെക്കുക, ഇവരെ സ്വീകരിക്കുക, ഇല്ലേ? എത്രയോ ബ്രാഹ്മണര്, ഇല്ലേ, ഗോത്രവർഗ വനിതയൊക്കെ സ്വീകരിക്കുക. അവര് ജാതി മതമൊന്നും നോക്കിയില്ല, അല്ലേ? ആ പദവിയെ ആദരിക്കണമല്ലോ. അങ്ങനെ വലിയ ആദരവ് അവിടെ കൊടുക്കുകയാണ് ചെയ്തത്. ആ ആദരവിന്റെ പ്രകടനമാണ് ശബരിമലയിൽ കണ്ടത്. അല്ലാതെ അതിൻ്റെ അകത്ത് ആചാരം നോക്കുകയോ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ സ്പർശിക്കില്ല എന്നൊന്നും ഒരു നമ്പൂരിയും പറഞ്ഞില്ല, ഇല്ലേ? ഞങ്ങൾ ഇവരെ തൊടില്ല, സ്പർശിക്കില്ല, ഇവര് തൊട്ട വസ്തു ഞങ്ങൾ തൊടില്ല, ഞങ്ങൾക്ക് അയിത്തമാണ്. ഇങ്ങനെയൊന്നും അല്ലെന്നേ. ഈ ബ്രാഹ്മണ്യവും ജനാധിപത്യ കാലത്തെ സമൂഹവും ഇങ്ങനെയല്ല. ജനാധിപത്യം വന്നതോടുകൂടി എല്ലാവർക്കും അവസരമായില്ലേ? അല്ലാത്ത കാലത്ത് ആരെങ്കിലുമൊക്കെ ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ട് ഈ ബ്രിട്ടീഷുകാരാണല്ലോ ഒരുപാട് ജാതിൻ്റെ അകത്ത് കുത്തിച്ചെലുത്തിയത്. അതല്ലെങ്കിലൊക്കെ ഇത് സ്വയം പര്യാപ്ത സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചാതുർവർണ്ണയം എന്നൊക്കെ പറഞ്ഞു നിലനിന്നത്. അതാരുടെയും കുത്തകയൊന്നും അല്ലായിരുന്നു. പഠിക്കുന്ന ആർക്കും വേദം പഠിക്കാമായിരുന്നു ഒരു കാലത്ത്. പിൽക്കാലത്ത് ആരൊക്കെ കുത്തകയാക്കി വെച്ചു എന്നുള്ളതല്ലേ ഉള്ളൂ. ഇത് ഇവര് പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരാൾ വരുമ്പോൾ VV ഗിരി എന്ന് പറയുമ്പോൾ ബ്രാഹ്മണനിലാണല്ലോ. VV ഗിരിക്ക് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനൊരു ഗോത്രവർഗ ആള് വരുമ്പോൾ ഇവർക്ക് ആദരവൊന്നും കിട്ടില്ല. മേൽശാന്തിമാരുടെ കയ്യിൽ നിന്നോ ശബരിമലയിൽ നിന്ന് അങ്ങനെയൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. അപ്പൊ അത് പൊളിഞ്ഞുപോയി. ബ്രാഹ്മിൻ ഹെജിമണി എന്ന് പറഞ്ഞ ഈ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഹിന്ദു സമൂഹത്തിൽ ദലിതന്മാരെ പറഞ്ഞ് പറ്റിക്കുന്നൊരു പരിപാടിയല്ലേ ഈ ബ്രാഹ്മിൻ ഹെജിമണി എന്ന് പറയുന്നത്. നിങ്ങളെന്നും ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യണം, കാരണം മറ്റവരെ സംഘികള് ബ്രാഹ്മിൻ ഹെജിമണിയുടെയും വരേണ്യതയുടെയും വക്താക്കളാണ് എന്നൊക്കെ പറഞ്ഞ് പൊളിഞ്ഞുപോയി. ഇതുകൊണ്ടാണെന്നേ നാമജപ ഘോഷയാത്ര ഇതിനെതിരെ ഇല്ലാത്തത്. അതാണ് ഈ DYSP സഖാവിനോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ സഖാവിൻ്റെ ഒരു വാക്കും പ്രവൃത്തിയായിട്ട് മാത്രം ഇതങ്ങ് അതപ്പതിച്ചു പോയില്ല. അങ്ങനെയാണെങ്കിൽ കേരള സർക്കാർ ഒരു നടപടി എടുക്കുമോ? കേരള സർക്കാർ ഞാൻ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രപതിയെ അപമാനിച്ചതിൻ്റെ പേരിൽ ഇയാളെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. വേറൊരു പോലീസുകാരനെ പറ്റി ഇന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പിരിച്ചുവിട്ടൊരുത്തനെയാണ്, ഇയാളെങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പിരിച്ചുവിട്ടതാണോ അല്ലയോ, എന്നെ പിരിച്ചുവിട്ടിട്ടില്ല എന്നൊക്കെ അയാളും പറയുന്നുണ്ട്.
കുറെ കേസിലൊക്കെ പ്രതിനിധിയെ അയാളും മറ്റേ തിരുവനന്തപുരത്ത് എവിടെയോ അതെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. വഞ്ചൂർ ഏരിയ കമ്മിറ്റി വഞ്ചൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോകുന്ന ആളാണ്. അപ്പോൾ ഒരു ഫ്രാക്ഷൻ പോലീസിനകത്തുണ്ടല്ലോ, ആ ഫ്രാക്ഷൻ തീരുമാനിക്കുന്ന നിലയ്ക്ക് ആണ് കാര്യങ്ങൾ നടക്കുന്നത്. നേരത്തെ കടമ്പഴിപ്പുറം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ഡിവൈഎസ്പി മനോജ് കുമാറിന് എന്തുമാകാം എന്ന് ഫ്രാക്ഷൻ തീരുമാനിച്ചാൽ ആ ഡിവൈഎസ്പിക്ക് എന്തുമാകാം. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ അയാൾ സർവീസിൽ ഉണ്ടായിരിക്കരുത്. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന നിലയിൽ അവർക്ക് ചില അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ദ്രൗപദി മുർമുവിനുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് ഈ മനോജ് കുമാറിന്റെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇയാള് വെറും ഒരു പോലീസുകാരനല്ലേ, അവര് പട്ടാളത്തെ നയിക്കുന്ന ആളാണ്. ഇവിടെ 3 സേനയെയും, നമ്മുടെ കരസേനയെ, നാവികസേനയെ, വ്യോമസേനയെ, ഇതിൻ്റെയൊക്കെ സംയുക്ത മേധാവിയാണ് ഈ ദ്രൗപദി മുർമു. ഇയാൾക്കെന്താ അവരോട് പുച്ഛം? അവർ ഗോത്രവർഗ വനിതയായതുകൊണ്ടോ? ഇയാളെ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. അയാൾ രാഷ്ട്രപതിയെ അപമാനിച്ചു, ആൾ ഉണ്ടാകരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.